പർവ്വതങ്ങളെ തഴുകിയിറങ്ങി ഭൂമിയുടെ ദാഹം തീർത്തൊഴുകുന്ന പെരിയാറിന്റെ തീരത്തെ ഒരു കൊച്ചു പട്ടണമാണ് ആലുവ. വ്യാവസായികമായി അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന ആലുവയുടെ ഹൃദയഭാഗത്ത് പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും പൊൻകിരണങ്ങൾ തൂകി ലിറ്റിൽ ഫ്ലവർ സെമിനാരി നിലകൊള്ളുന്നു. വൈദിക വിദ്യാർത്ഥികളുടെ ഒരു പ്രധാന പരിശീലന കേന്ദ്രമായ ലിറ്റിൽ ഫ്ലവർ സെമിനാരി വൈദിക വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്കും വ്യക്തിത്വ വികസനത്തിനുമായി പ്രവർത്തിച്ചു വരുന്നു. ചെറുപുഷ്പത്തിന്റെ ആധ്യാത്മികതയിൽ ആകൃഷ്ടനായി തൻ്റെ ജീവിതവും പ്രവർത്തനവും പുണ്യവതിയുടെ കുറുക്കുവഴിയിലൂടെ അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ച CST സഭാ സ്ഥാപകനായ ഫാദർ ബസേലിയൂസ് പാണാട്ടിൻ്റെ ആഗ്രഹത്തിൻ്റെയും തീക്ഷ്ണമായ യജ്ഞത്തിൻ്റെയും ഫലമാണ് ലിറ്റിൽ ഫ്ലവർ സെമിനാരി. ആ പുണ്യാത്മാവിന്റെ മുമ്പിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് പാണാട്ട് കുടുംബത്തിലെ ഉലഹന്നാന്റെ കനിഷ്ഠപുത്രനായ മത്തായി ആയിരുന്നു ബെല്ലിച്ചിന്റെ പിതാവ്. ബെല്ലിച്ചിന്റെ മാതാവും വളരെ കുലീനമായ ഒരു കുടുംബത്തിലെ അംഗമാണ്. ഈ ദമ്പതികളുടെ സന്താന വല്ലരിയിലെ രണ്ടാമത്തെ പുത്രനാണ് തോമസ്. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. യേശുവിനെ പോലെ തങ്ങളുടെ കുഞ്ഞുമകനെ വളർത്തുന്നതിൽ ബസേലിയൂസ് അച്ഛന്റെ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിച്ചിരുന്നു. നമ്മുടെ വെളിച്ചനായി തീർന്ന കുഞ്ഞിന്റെ ബാല്യം ജ്ഞാനത്തിലും അനുസരണത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലുമായിരുന്നു. ജനുവരിയിലായിരുന്നു അന്നത്തെ അധ്യയന വർഷം. PM തോമസ് എന്ന പേരിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായി ചേർത്തല സർക്കാർ വെർണാകുലർ മിഡിൽ സ്കൂളിൽ 1900 ആണ്ട് ജനുവരിയിൽ പ്രവേശിച്ചു. 1904 ഒക്ടോബറിൽ നടന്ന 6ാം ക്ലാസ് പൊതുപരീക്ഷയിൽ തോമസ് വിജയിയായി. കാലചക്രം തിരിയുന്നതനുസരിച്ച് തോമസും വളർന്നു. സമാന്തരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന 2 അഭിലാഷങ്ങളുടെ ഏറ്റുമുട്ടലായിരുന്നു മത്തായി അച്ഛൻ്റെതും മകൻ്റെതും. മകൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കുപ്പായം അണിഞ്ഞ് കാണുവാൻ മത്തായി അച്ഛൻ ആഗ്രഹിച്ചു. ഒരിക്കലും കൂട്ടിമുട്ടാത്ത രേഖ പോലെ ഇരുവരുടെയും മനസ്സുകളിൽ വളരുകയായിരുന്നു ഈ ആഗ്രഹങ്ങൾ. എന്നാൽ തൻ്റെ തോട്ടത്തിൽ ഈ ചെടി വളരണമെന്ന് മനസ്സിലാക്കിയ നല്ല ദൈവം ആ പൂച്ചെടിയെ പിഴുതെടുത്ത് തൻ്റെ സ്വന്തം പൂന്തോട്ടത്തിൽ നട്ടു. ദൈവത്തിന്റെ തോട്ടത്തിൽ വളരുവാനും ആ പൂന്തോട്ടത്തിൽ വിടരുവാനുമായി പറിച്ചു നടപ്പെട്ടപ്പോൾ തോമസ് ചിന്തിച്ചു കാണില്ല,
എങ്ങനെ വളരും, എങ്ങനെ വിടരുമെന്നൊക്കെ. അവിടെ വളർന്ന ചെടികൾക്ക്, പാപികൾക്കും നിരാഡംബർക്കും വേണ്ടി യേശു ഒഴുക്കിയ കണ്ണീരും അവിടുത്തെ പിച്ചു ചീന്തിയ ശരീരത്തിൽ നിന്നും ഊറിയിറങ്ങപ്പെടുന്ന രക്തവുമാണ് ജലമായും ക്രിസ്തുവിന്റെ പൊടിഞ്ഞ ശരീരമാണ് വളമായും തീരുന്നതെന്നറിഞ്ഞപ്പോൾ തോമസ് ചിലപ്പോൾ ഞെട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് തോമസ് വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ ഇങ്ങനെ ചിന്തിച്ചത്: നല്ല ദൈവം എന്നെ സദാ നയിച്ചിരുന്ന മാർഗം കരുണാമസൃണമായിരുന്നു. താൻ എന്നിൽ നിറവേറ്റാത്ത യാതൊരു ആഗ്രഹവും അവിടുന്ന് എന്നിൽ ജനിപ്പിച്ചിട്ടില്ല. തന്നിമിത്തം അവിടുത്തെ തിക്തചക്ഷകവും എനിക്ക് മധുരമായി തോന്നി. 1919 ജനുവരിയിൽ വൈക്കം ഫൊറോന പള്ളിയുടെ സഹായ വൈദികനായിട്ടായിരുന്നു തോമസ് അച്ഛൻ്റെ ആദ്യ നിയമനം. 1919 ഡിസംബർ മുതൽ 1920 മെയ് വരെ ഉൾവപ്പള്ളിയിലെ വികാരിയായി തോമസ് നിയമിതനായി. 1920 മെയ് മുതൽ 1924 ജനുവരി വരെ കുഴിപ്പള്ളി വികാരിയായി നിയമിതനായി. വൈദിക ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് തോമസ് അച്ഛൻ്റെ കുഴിപ്പള്ളിയിലെ ഭരണകാലം. 2 ഉൾക്കാഴ്ചകളാണ് ഈ വഴിത്തിരിവിൽ തോമസ് അച്ഛൻ സ്വന്തമാക്കിയത്. ഒന്ന്, വൈദികരുടെ സമ്പാദ്യം എങ്ങനെ ചെലവ് ചെയ്യണമെന്ന ചിന്തയും അതിന് ലഭ്യമായ വെളിച്ചവും. 2, നവമാലികയുടെ വിവർത്തനം നൽകിയ പ്രചോദനം. വളരെ ലളിതമാണ് വൈദികരുടെ സമ്പാദ്യത്തെ പറ്റിയുള്ള ഉൾക്കാഴ്ച. അത് ആത്മാക്കളുടെ കാശാണ്. യാതൊരു കാരണവശാലും അത് കുടുംബസ്വത്തിന്റെ ഒരു ഭാഗമാകരുത്. സമൂഹത്തിലെ ദുർബല വിഭാഗത്തിന്റെ ഉന്നമനത്തിനു വേണ്ടിയായിരിക്കണം അതിന്റെ വിനിയോഗം. നന്മ തുടിക്കുന്ന നാടാണ് ഗ്രാമം. സാഹോദര്യത്തിൻ്റെയും പരസ്പര സഹകരണത്തിൻ്റെയും ദൃഢത വെളിവാക്കുന്ന മഹത് കുടുംബമാണ് ഗ്രാമം. എന്നാൽ ഈ സദ്ഗുണങ്ങളോടൊപ്പം ഗ്രാമവാസികളുടെ ജീവിതത്തിൽ കാർമേഘത്തിൻ്റെ കരുനീഴൽ വീശുന്ന വസ്തുതകൾ ഒട്ടനവധിയാണ്. ഇരുള് മൂടിക്കിടക്കുന്ന മൂക്കന്നൂർ ഗ്രാമത്തിലേക്കാണ് ഒരു നവതാരകമായി തോമസ് അച്ഛൻ ഉദിച്ചത്. ആ ഗ്രാമത്തിലെ ഇരുട്ടിനെ അകറ്റിക്കൊണ്ട് തോമസ് അച്ഛൻ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും സംതൃപ്തിയുടെയും സുവിശേഷ ദീപ്തി അവരുടെ ഇടയിൽ പരത്തി. അങ്ങനെ മൂക്കന്നൂർ എന്ന കുഗ്രാമത്തെ വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും വിദ്യയുടെയും പന്താവിലെത്തിച്ചുകൊണ്ട് സംസ്കാര സമ്പന്നമായ ഗ്രാമങ്ങൾ വാർത്തെടുക്കുന്നതിന് വല്യച്ഛൻ തൻ്റെ പ്രവർത്തനം വഴി ലോകത്തിന് മാതൃക കാട്ടി. അങ്ങനെ അജ്ഞതയുടെയും അവികസനത്തിൻ്റെയും അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ മൂക്കന്നൂർ നിവാസികൾ ഒരു പ്രകാശം കണ്ടു. ദരിദ്രർക്കും ആലംബഹീനർക്കും ഒരു പ്രചാരകൻ, അധാർമികതയുടെയും അസന്മാർഗികതയുടെയും വഴികളിൽ ചരിച്ചിരുന്നവർക്ക് ഒരു പ്രവാചകൻ, ആത്മീയാന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവർക്കും നാഥനില്ലാതെ അലഞ്ഞവർക്കും ഒരു നല്ലിടയൻ.
1924 ഫെബ്രുവരിയിലാണ് തോമസ് അച്ഛൻ മൂക്കന്നൂരിലെ വികാരിയായി നിയമിതനായത്. തുടർന്നുള്ള ജൂലൈയിലായിരുന്നു 99 വെള്ളപ്പൊക്കം. മലവെള്ളത്തിന്റെ കുലംകുത്തി പാച്ചിലായിരുന്നു എന്ന്. ജലപ്രളയം മൂലം നാടൊട്ടുക്കുമുള്ള അനേകായിരം കുടുംബങ്ങൾ പരിഭ്രാന്തരായി. കേരളീയർക്ക് വെള്ളപ്പൊക്കം മൂലം നേരിടേണ്ടി വന്ന ക്ലേശങ്ങളിൽ ആർദ്രചിത്രനായ മഹാത്മാഗാന്ധി അവർക്ക് ആവശ്യമായ സാധനങ്ങൾ നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അനാഥമന്ദിരത്തിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയും വെള്ളപ്പൊക്കം മൂലം ഉണ്ടായ കെടുതികളെക്കുറിച്ചും കത്തുമൂലം തോമസ് അച്ഛൻ ഗാന്ധിജിയെ അറിയിച്ചപ്പോൾ ഒരു കെട്ട് പുതിയ വസ്ത്രങ്ങളാണ് ഗാന്ധിജി വഴി ലഭിച്ചത്. വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള മാസങ്ങളിൽ മൂക്കന്നൂർ ഗ്രാമത്തിന് ഒരു പുതുജന്മമായിരുന്നു. വികസനത്തിന്റെ പാത ഏതെന്നറിയാതിരുന്ന നാട്ടുകാർക്ക് തോമസ് അച്ഛൻ എന്നും ഒരു പ്രചോദനവും മാതൃകയുമായിരുന്നു. ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്യുവാൻ പ്രോത്സാഹിപ്പിച്ചും തോമസ് അച്ഛൻ അവരെ വളർച്ചയിലേക്ക് നയിച്ചു. മൂക്കന്നൂർ കരയെ ബാഹ്യലോകവുമായി ബന്ധപ്പെടുത്തുവാനും വാഹനയോഗ്യമാക്കുവാനും തോമസ് അച്ഛന് കഴിഞ്ഞു എന്നത് ഇന്നും സ്മരണീയമാണ്. അജപാലകൻ എന്ന നിലയിൽ തന്റെ അജഗണങ്ങളുടെ ആത്മീയ കാര്യങ്ങളിൽ തോമസ് അച്ഛൻ ബദ്ധശ്രദ്ധനായിരുന്നു. തന്റെ ആത്മീയ മക്കളെ ഒരുമിച്ച് കൂട്ടുവാനും ആധ്യാത്മിക ആവശ്യങ്ങളിൽ ഇടയസഹജമായ സ്നേഹത്തോടെ അവരെ സഹായിക്കുവാനും തോമസ് അച്ഛൻ എന്നും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മൂക്കന്നൂർ ചെറുപുഷ്പ ദേവാലയവും താബോർ പള്ളിയും. ചെറുപുഷ്പത്തിന്റെ ആധ്യാത്മികതയിൽ ലയിച്ചു ചേർന്ന തോമസ് അച്ഛൻ ചെറുപുഷ്പ പ്രതിഷ്ഠ നടത്തുകയും ചെറുപുഷ്പത്തിന്റെ ആദ്യത്തെ ദേവാലയം സ്ഥാപിക്കുകയും ചെയ്തു. വെല്ലിച്ചൻ ഇവിടെ തുടക്കം കുറിച്ച ചെറുപുഷ്പ ഭക്തി പിന്നീട് കേരളമെങ്ങും പടർന്നു പന്തലിക്കുകയായിരുന്നു. ചെറുപുഷ്പത്തെ പുണ്യവതിയായി നാമകരണം ചെയ്ത 1925 മെയ് 17 തന്നെ കേരളത്തിലും തന്റെ ഹൃദയത്തിലും പുണ്യവതിയുടെ രൂപവും ജീവിതവും പ്രതിഷ്ഠിക്കുവാൻ വെല്ലിച്ചന് സാധിച്ചു എന്നത് ചെറുപുഷ്പ സഭാ തനയരെന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനത്തിന് വക നൽകുന്നതാണ്. ഇന്ന് ചെറുപുഷ്പം കേരളം മുഴുവൻ ആരാധിക്കപ്പെടുന്ന പുണ്യവനിതയായതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തികളിൽ പ്രഥമസ്ഥാനീയനാണ് നമ്മുടെ വല്യച്ഛൻ. ഹൃദയത്തിൽ തെളിച്ച ഈ ചെറുപുഷ്പ ഭക്തി അച്ഛൻ്റെ ജീവിതത്തിൽ ആളിക്കത്തുന്നതാണ് നാം പിന്നീട് കാണുന്നത്.